ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ്. എന്തിട്ടാണ്? മാങ്ങ. ഒരു മാങ്ങ ഉള്ളോ? ഒരു മാങ്ങയുണ്ട്. പച്ചടിയാ? മാങ്ങാ പച്ചടി. എനിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എന്താണ് ഉണ്ടാക്കണേ അത് നമ്മൾ കാണിക്കും. അറിയാത്തവർക്ക് ഒരു ഉപകാരവും, അത്രേ ഉള്ളൂ അല്ലേ? എനിക്ക് മാങ്ങാ പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രം ഉണ്ടെങ്കിൽ ഞാൻ എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കും. പിന്നെ എന്തൊക്കെ വേണം? തേങ്ങ, പച്ചമുളക്, എന്തിട്ടില്ല, ജീരകം, കടുക്, ജീരകം. അപ്പൊ നമ്മുടെ മാങ്ങാ പച്ചടിക്ക് ആവശ്യമുള്ള അതൊക്കെ ഇട്ടോ. മാങ്ങ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം ഇട്ടു, കടുക് ഇതിൻ്റെ കൂടെ ഇടണോ? അങ്ങനെയാണോ? ഇത് പെട്ടെന്ന് ഉണ്ടായി കഴിയുമോ അമ്മ? സമയം ഒത്തിരി വേണോ? സമയം വേണ്ട. അപ്പം പെട്ടെന്നൊരു മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ പെട്ടെന്നൊരു കറി എടുക്കാം. ഇതാണ് നമ്മുടെ ഉമ്മച്ചീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. മഞ്ഞപ്പൊടി, ഞാൻ വരട്ടെ. ഇപ്പൊ നമ്മുടെ മാങ്ങാപ്പച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് തേങ്ങ, പിന്നെന്ത്, വെളുത്തുള്ളി, കടുക്, ജീരകം, മഞ്ഞപ്പൊടി, പച്ചമുളക്. അത് വേറെയാണ് ഇട്ടേക്കണം, പച്ചമുളക്. നമ്മുടെ മാങ്ങ നമ്മളത് ഈ ഒരു പരുവത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യണം? മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. പച്ച മാങ്ങയിൽ മഞ്ഞപ്പൊടി ഇട്ടു അല്ലേ? പച്ച മാങ്ങയിൽ മഞ്ഞപ്പൊടി. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അല്ലേ? 1/2 ടീസ്പൂൺ കൂടുതലുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യണം? ഇളക്കണം. പച്ചമുളക് നമ്മളൊരു 5-6 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അതുകൂടെ ഇതിൻ്റെ കൂടെ കൂട്ട്. നമ്മുടെ പച്ചമാങ്ങ, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ പച്ചന തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പം തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നു. ഇപ്പം നമ്മളിത് പച്ചടിക്ക് വേണ്ട ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായോ? ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ വാടാൻ മാത്രമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. കേൾക്കില്ല അല്ലേ? അവർക്ക് സമ്മതിക്കാം. മക്കളൊക്കെ, കൊച്ചുമക്കളൊക്കെ സ്കൂൾ വിട്ട് വരും. അവർക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്താ ഉണ്ടാക്കാൻ പോണേ? മദ്രസയില് വിടണം. കൊച്ചുമോക്ക് പനി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു കറി വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണ്ടായിരുന്നു. ഓർത്താണ് മാങ്ങ പച്ചടി ഉണ്ടാക്കാന്ന് വെച്ചു. മാങ്ങാ പച്ചടി എന്ന് വിചാരിച്ച് മാങ്ങ കണ്ടപ്പം മാങ്ങാ പച്ചടി ഉണ്ടാക്കാൻ. ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവന് വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കല്ല, ഉമ്മ ചോദിക്കും. മോനല്ല, അല്ല. ഇതാരെ കാണുന്നേ? എല്ലാവർക്കും ഇഷ്ടാവും തോന്നുന്നു. എവിടെ? ഇവിടെ നോക്കി പറ. എല്ലാവർക്കും ഇഷ്ടാവും തോന്നുന്നു. ഉമ്മ എന്തിനാ അങ്ങോട്ട് നോക്കാം? ഇവിടെ അല്ലേ ക്യാമറ? എല്ലാവർക്കും ഇഷ്ടാവും തോന്നുന്നു. അല്ല, എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെയുള്ള കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളോട് പറയണം. ഇട്ട് കഴിഞ്ഞിട്ട് ശരിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കരിയാപ്പിലാണ്. അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി. നമ്മളത് അതിനകത്തോട്ട് നമ്മൾ ആ തിരുമ്മി വെച്ച മാങ്ങ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വാടക്കം.
ഇതിൽ ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല. കടുക് ലാസ്റ്റ് പൊട്ടിച്ചിടാൻ ഓർത്താണ്. അല്ല, അപ്പൊ നമ്മൾ നേരത്തെ കടുക് എടുത്തില്ലായിരുന്നു? അത് നമ്മൾ അരക്കണം, അരച്ചു വെച്ചിരുന്നു. അപ്പൊ അരപ്പ് നമ്മള് അത് കാണിച്ചില്ലല്ലോ. നമ്മള് നേരത്തെ അല്ല അരപ്പ് അരച്ചു വെച്ചത് കാണിച്ചില്ല. നമ്മളിത് എന്തൊക്കെയായിരുന്നു? ഇതിൽ ജീരകം, തേങ്ങ, തുള്ളി, കടുക്, തേങ്ങ എല്ലാവരും കൂട്ടി മഞ്ഞപ്പൊടി ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒഴിക്കാം. ഇത് വാടി കഴിയുമ്പോൾ ഒഴിക്കണേ. വാടിയിട്ടുണ്ടോ? ഇത്രയും വാടിയാതെ. അധികം പണിയൊന്നുമില്ല, പറഞ്ഞ നേരം കൊണ്ട് പണി തീരും. പെട്ടെന്ന് പണി കഴിയുമല്ലേ? നല്ല ടേസ്റ്റുള്ള കറിയാവും. നല്ല സ്മെല്ല് വരുന്നുണ്ട്. പച്ചമാങ്ങയുടെയും പച്ചമുളകും ഇതൊക്കെ വന്നിട്ട്. ഇന്ന് നല്ല വെയില് അല്ലേ? ചെറിയ പണി നടന്നോണ്ടിരിക്കാന്ന്, അതിന്റെ ഒച്ചയൊക്കെ എനിക്ക് കേൾക്കണത്. ബാധു വന്നു, കൊച്ചുമോൻ വന്നു. നമ്മുടെ മൂത്ത സന്തതി എത്തിയിട്ടുണ്ട്. ചായ റെഡിയായ? ഉമ്മന്ന് ഉണ്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പാർക്ക് കൊടുക്കണ്ടേ? ഉണ്ടാക്കാം. നമ്മള് വാടി വന്ന മാങ്ങയിലോട്ട് നമ്മളിപ്പോ എന്താ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകിന്റെയും പച്ചമുളകിന്റെയും ഒക്കെ മണം എല്ലാവർക്കും അറിയാം. നമ്മൾ ഇട്ടതൊന്ന് കാണിക്കുന്നത് മാത്രം. ഇതിന്റെ വെള്ള ഇടാം. ഹായ് പറഞ്ഞേ. എന്ത് ഹായ്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ലതായിരുന്നോ? എന്നിട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ പറയുകയും ചെയ്യും. വട്ടപൂജം മേടിച്ചോണ്ട് വരും അല്ലേ? കാര്യമായിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഒരു കോൺഫിഡൻസ് ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ അരപ്പൊക്കെ ചേർത്തപ്പോ അടി തലയിടിച്ചു. തലയിടിച്ചു. കണ്ടോ? നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. ഇത് തിളയ്ക്കണോ? തിളയ്ക്കാൻ പാടില്ല. പിരിഞ്ഞു അല്ലേ? ഇപ്പൊ ഇത്രേ ഉള്ളൂ. കണ്ടോ? ഇന്നലെ നമ്മള് കറി ഉണ്ടാക്കിയപ്പോ കൊറേ ടൈം എടുത്തു. ഇന്ന് നമ്മള് മാങ്ങാ പച്ചടി, ഒരു മാങ്ങ ഉണ്ടെങ്കിലും തേങ്ങ ഉണ്ടെങ്കിലും പെട്ടെന്ന് കറിയായി. മാങ്ങാ പച്ചടി നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? വാവ്, സൂപ്പർമാ. നോക്കിയടാ, നീ ബാഗ് കൊണ്ട് വെച്ചില്ലേ? കണ്ട, അത് തന്നെ നോക്കി വെച്ചോണ്ടിരിക്കും. ഇപ്പൊ നമ്മളിത് കടുക് തളിക്കാൻ വേണ്ടിട്ട് ചീനച്ചട്ടി വെച്ചു. നമുക്ക് ഇന്നലെ ഉണ്ടായില്ലല്ലോ. ഇപ്പം നമ്മുടെ മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട്. അടിപൊളി മാങ്ങ പച്ചടിയാണ്. ഇപ്പം എല്ലാവരും ഇതൊന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക അല്ലേ? അപ്പം എങ്ങനെയായാലും സൂപ്പർ കറിയാണ്. അപ്പം ഇന്നത്തെ ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ പച്ചടി പല പച്ചടി ചിലത് കിച്ചടി അങ്ങനെ പല സൈസിലുണ്ട്. നമുക്ക് ഏത് വേണേലും വെക്കാം. ഇപ്പം നമ്മൾ ചെറിയൊരു കറിക്ക് വേണ്ടി ഇട്ടപ്പോൾ അതൊന്ന് വീഡിയോ കാണിച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വാക്കുകളൊന്ന് ക്ഷമിക്കണം. ബാക്കി
ബാക്കിയെല്ലാം അങ്ങനെയൊക്കെ തന്നെ അവർക്കറിയാം. അവർ കയറ്റി വിടും. ഈ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഓക്കെ ബൈ. ഇന്നത്തെ ചായ എല്ലാവരും കുടിച്ചോ? എല്ലാവരും സുഖമായിട്ട്